വയനാട് തുരങ്കപാതയുടെ കള്ളാടിയിലെ മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ആനക്കാംപൊയിൽ ഭാഗത്തെ പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചു. കൂടുതൽ ഭാഗവും പാറക്കെട്ടുകളായതിനാൽ ഇവിടെ മണ്ണിടിച്ചിൽ ഭീതിയില്ല എന്നാണ് തൊഴിലാളികളും നാട്ടുകാരും പറയുന്നത്. 2 ഷിഫ്റ്റുകളിലായി 300ഓളം തൊഴിലാളികളുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ പ്രവൃത്തി പുരോഗമിച്ചത്. ആദ്യ 4 മാസം കൊണ്ട് തന്നെ ഒരു ടണലിന്റെ നിർമ്മാണം 75 മീറ്ററോളമായിട്ടുണ്ട്. KT വിബീഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട് തുരങ്കപാതയുടെ ആനക്കാംപൊയിൽ ഭാഗത്താണ് നമ്മളിപ്പോഴുള്ളത്. ഇവിടെ നിന്നാണ് തുരങ്കപാത തുടങ്ങുന്നത്. ഇത് അവസാനിക്കുന്ന കള്ളാടിയിലാണ് കഴിഞ്ഞ ദിവസം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടാവുകയും ജീവഹാനി ഉണ്ടാകുന്ന സാഹചര്യവും ഉണ്ടായത്. ഇതോടുകൂടി ഇവിടുത്തെ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. അതായത് തുരങ്കപാതയുടെ തൊട്ടടുത്തേക്ക് നമുക്ക് പോകുന്നതിന് വിലക്കുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എതിർഭാഗത്തുള്ള ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ടാണ് പ്രേക്ഷകരെ ഈ ദൃശ്യങ്ങൾ കാണിക്കുന്നത്. തുരങ്കപാതയുടെ അതായത് ആനക്കാംപൊയിൽ ഭാഗത്തുള്ള തുരങ്കപാതയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുരങ്കപാത 2 ടണലുകളായാണ് നിർമ്മിക്കുന്നത്. ആദ്യ ടണലിന്റെ പ്രവൃത്തി മുൻഭാഗം വലിയ രീതിയിൽ ബലപ്പെടുത്തിയ ശേഷം തുരക്കുന്ന പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 75 മീറ്ററോളം ഉൾഭാഗത്തേക്ക് തുരന്നു. ബൂമറിംഗ് മെഷീൻ അടക്കം ഉപയോഗിച്ച് 75 മീറ്ററോളം ഉള്ളിലേക്ക് തുരന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ തുരങ്കത്തിന്റെ പ്രവൃത്തി നേരിയ തോതിലാണ് നടന്നത്. ഈ ഭാഗത്ത് സുരക്ഷയ്ക്ക് കാര്യമായ ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്നതും അതുപോലെ തന്നെ ഇവിടുത്തെ തൊഴിലാളികളും അതുപോലെ തന്നെ നാട്ടുകാരും നമ്മളോട് പറയുന്നത്. പ്രധാനമായും ഇവിടെ മുഴുവനായി പാറയായതിനാൽ തന്നെ മണ്ണിടിച്ചിൽ ഭീതി ഇല്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മാത്രമല്ല തുരക്കുന്ന പാറയുടെ വലിയൊരു ഭാഗം തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമായി അത് കാണാം. പൂർണ്ണമായും കോൺക്രീറ്റും മറ്റു മിശ്രിതങ്ങളും ഉപയോഗിച്ച് നല്ല രീതിയിൽ ബലപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നിന്ന് തുരക്കുന്ന പാറ കഷ്ണങ്ങൾ അതേപോലെ തന്നെ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഇപ്പുറത്തെ ഭാഗത്ത് ഒരു ക്രഷറുണ്ട്. അവിടേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഈ പാറ കഷ്ണങ്ങൾ പൊടിച്ച് മെറ്റലാക്കി മാറ്റി ഈ തുരങ്കത്തിന്റെ പാതയുടെ പ്രവൃത്തിക്ക് തന്നെ ഇത് ഉപയോഗിക്കുകയും ചെയ്യുകയാണ്. അതിനാൽ തന്നെ കള്ളാടിയിലോ മറ്റോ ഉള്ള പോലെ തന്നെ ഇവിടെ മൺകൂന കൂട്ടിയിടുകയോ അല്ലെങ്കിൽ പാറകൾ കൂട്ടിയിടുകയോ അത്തരത്തിലുള്ള ഒരു അപകട സാഹചര്യങ്ങൾ നിലവിൽ ഇവിടെ ഇല്ല. ഇതാണ് വെള്ളരിമലയാണ് തുരന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്ത് തുരക്കുന്നതിന് തൊട്ടടുത്തുകൂടി ഒഴുകുന്ന ഈ പുഴയാണ് മറിപ്പുഴ. പുഴ താഴെ ഭാഗത്തുകൂടി വലിയ തോതിൽ ഒഴുകുന്നുണ്ട്. ഇനി പുഴയിൽ കൂടുതൽ വെള്ളം വരുന്ന സാഹചര്യം ഉണ്ടായാൽ പോലും അത് ഒഴുകാൻ വേണ്ട സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. തൊട്ടടുത്ത് മണ്ണിടിച്ച ഭാഗങ്ങളുണ്ട്. ഈ പ്രദേശങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ കാര്യമായ പ്രശ്നങ്ങൾ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നതും ആളുകൾ നമ്മളോട് പറയുന്നതും. ഇതിന് തൊട്ടടുത്ത് ഈ ഭാഗത്ത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇതാണ് ഈ തുരങ്കപാതയുടെ പ്രോജക്റ്റിന്റെ ഓഫീസ്. ഏറ്റവും മുകളിലുള്ള ആ ഷീറ്റിട്ട കെട്ടിടമാണ് തുരങ്കപാതയുടെ ഓഫീസ്. തൊട്ടടുത്ത് താഴെ പ്രവർത്തിക്കുന്നതാണ് ഇവിടുത്തെ ക്രഷർ. അതിന് തൊട്ട് ചുറ്റുമായി പ്രവർത്തിക്കുന്ന ആ നീലയും മഞ്ഞയും കളറിലുള്ള ഷീറ്റിട്ട കെട്ടിടങ്ങളാണ് തൊഴിലാളികൾ താമസിക്കുന്നത്. അതായത് ഇവിടെ 2 ഷിഫ്റ്റുകളായാണ് ജോലി നടക്കുന്നത്. പെട്ടെന്ന് തന്നെ ജോലി പൂർത്തീകരിക്കാൻ വേണ്ടി നേരത്തെ തന്നെ മെഷീനുകൾ അടക്കം കൊണ്ടുവരാൻ വേണ്ടി ഇരുവഴിഞ്ഞി പുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിക്കൽ അടക്കമുള്ള പ്രവൃത്തികളെല്ലാം നേരത്തെ പൂർത്തിയായിരുന്നു. മാത്രമല്ല ഇവിടെ എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അതായത് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ അതായത് തൊട്ടടുത്ത് തന്നെ വേറെ മലകളുണ്ട്. ആ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ പോലും ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായാൽ പോലും സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല പുഴവെള്ളം ഈ പ്രവൃത്തി നടക്കുന്ന ഭാഗത്തേക്ക് ഒഴുകാത്ത തരത്തിൽ ആണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഭീഷണിയൊന്നും എന്തായാലും ഇവിടെ ഇല്ല. കഴിഞ്ഞ ദിവസം കള്ളാടിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതോടുകൂടി തന്നെ ഇവിടെ പ്രവൃത്തി നിർത്തിവെച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടേക്കുള്ള റോഡ് ഈ തുരങ്കപാത നിർമ്മാണത്തിനു വേണ്ടി കൂടി ഉണ്ടാക്കിയതായിരുന്നു ഈ റോഡ് പല ഭാഗത്തും ഇപ്പോൾ നിലവിൽ പല ഭാഗത്തും കരിങ്കൽ ചീളുകളെല്ലാം തെന്നിമാറി ഒക്കെ ഇളകിയ അവസ്ഥയിലാണ് എന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നമായി കാണുന്നത്. മറ്റെല്ലാ തരത്തിലും നല്ല രീതിയിൽ തന്നെ പ്രവൃത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രവൃത്തി മാറ്റിവെച്ചു എന്ന ഒരു കാര്യം മാത്രമാണ് ഇവിടെയുള്ളത്. ഇനി വരും ദിവസങ്ങളിൽ തന്നെ പെട്ടെന്ന് തന്നെ പ്രവൃത്തി പുനരാരംഭിക്കാനാകും എന്ന തരത്തിലാണ് ഇവിടുത്തെ ആളുകൾ നമ്മളോട് പറയുന്നത്. നിഖിൽ കോട്ടുവിളിക്കൊപ്പം KT വിബീഷ്, മീഡിയ 1 കോഴിക്കോട്.